വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് 2 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഫ്താർ വിഭവമാണ് കേട്ടോ. 2 മിനിറ്റേ ഉള്ളൂ വീഡിയോ, അപ്പോൾ ആ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വിഭവമാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഇഫ്താറിന് വിളമ്പാൻ പറ്റും കേട്ടോ ഈ വിഭവം ഉറപ്പായിട്ടും. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിനു മുന്നേ എന്തായാലും നമുക്ക് ബ്രെഡ് എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു 3 ബ്രെഡ് മാത്രമാണ് എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് വേണം, അതുപോലെ ബ്രെഡും വേണം. അപ്പോൾ ബ്രെഡ് ക്രംസും ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസ് ആവും. ബ്രെഡ് ഞാൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തേക്കാണ്. എന്നിട്ട് 1 ഇഞ്ച് കനത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫേം ആയിട്ടിരിക്കും, അപ്പോൾ പൊട്ടിപ്പോവില്ല. എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡും എടുത്ത് ഈ ഒരു മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സിൽ മുക്കാൻ ഉപയോഗിച്ച് ആ കൈ ഉപയോഗിക്കരുത്, മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസ് വെച്ച് പൊതിയുക. അപ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോവില്ല ബ്രെഡ് ക്രംസ് കേട്ടോ, നീറ്റായിട്ട് തന്നെ ഇരിക്കും. ആവശ്യത്തിന് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഓരോ ബ്രെഡ് ക്രംസുമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി എണ്ണ ചൂടാവരുത്, കാരണം ബ്രെഡാണ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ ഫ്ലെയിമിൽ പൊരിച്ചെടുത്താൽ മതി. ഇതേ രീതിയിൽ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നോമ്പ് തുറക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് നേരം മുന്നേ മാത്രം ഉണ്ടാക്കുക കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലോ കാസറോളിൽ ഇട്ട് വെച്ചാലോ ഇത് തണുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. തണുത്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. കുട്ടികൾക്കാണെങ്കിലും ഈവനിങ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.